വികസന വിപ്ലവങ്ങൾ ഉണ്ടാക്കി. അതോടൊപ്പം തന്നെയാണ് ഈ രാജ്യത്ത് ഏഷ്യൻ ഗെയിംസ് നടത്തിയത്. സാമ്പത്തികമായി അടക്കം ഈ രാജ്യം ഉന്നതിയിലേക്ക് കൊണ്ടുവന്നു. ഈ BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? എന്താണ് ഇവർ കൊണ്ടുവന്നത്? 1947 രാജ്യം സ്വാതന്ത്ര്യമാക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ പോലും 6 മാസക്കാലം മികച്ച് ഈ സ്വതന്ത്ര ഇന്ത്യയിൽ ജീവിക്കാൻ അനുവദിക്കാത്ത വിഭാഗമാണ് ഇന്ത്യയിലെ RSS നേതൃത്വം കൊടുക്കുന്ന ഫാസിസ്റ്റ് കുടുംബം എന്ന് പറയുന്നത്. അവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത്. അവർ വഖഫിന്റെ മേലെ മാത്രമല്ല, അവര് ഈ രാജ്യത്തെ മുഴുവൻ ന്യൂനപക്ഷങ്ങളുടെയും അവകാശങ്ങളുടെ മേലെ കത്തിവെക്കുമെന്ന് നമുക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അന്ന് ബാബരി മസ്ജിദ് തകർക്കാൻ 1925 രൂപീകരണം കൊടുത്ത RSSകാർക്ക് 1992 വരെ 40 വർഷക്കാലത്തോളം കാത്തിരിക്കേണ്ടി വന്നു. എങ്കിൽ ഇന്ന് അവർക്ക് ഒരു സമ്പൽ മസ്ജിദിലേക്ക് സർവേക്ക് ആളെ പറഞ്ഞേക്കാൻ, അതല്ലെങ്കിൽ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് ആളെ പറഞ്ഞേക്കാൻ ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് മതവിശ്വാസികൾ അവർ ആരാധനയ്ക്ക് പോകുന്ന അജ്മീറിലെ ദർഗയിലേക്ക് സർവേ നടത്തണമെന്നാവശ്യപ്പെടാൻ അവർക്ക് കേവലം ദിവസങ്ങളും മണിക്കൂറുകളും മാത്രം മതി എന്ന സ്ഥിതിയിലേക്ക് ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ മാറിയിരിക്കൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭയപ്പാടോടുകൂടി ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ നോക്കിക്കാണുന്നത്. നമുക്ക് പറയാലോ, ഇവിടുത്തെ BJP ഗവൺമെന്റ് അവർ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ ഫാസിസ്റ്റുകളാണ്, അവരെന്ന് മുസ്ലിങ്ങളുടെ ശത്രുക്കളാണ്, അവർ ഇതിലപ്പുറവും നടത്തും. പക്ഷെ അവരെന്താണോ നടത്താൻ ഉദ്ദേശിക്കുന്നത് അതേ നയം തന്നെ പരിപാലിച്ചു പോകുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റായി കേരളത്തിൽ 9 വർഷക്കാലമായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് മാറി എന്നതാണ് ഏറ്റവും വലിയ ഒരു പരാജയമായിട്ട് നമ്മൾ കാണുന്നത്. അധികാരത്തിലേക്ക് വരുമ്പോ ഇതൊന്നുമല്ല അവർ പറഞ്ഞിരുന്നത്. ഈ 5 വർഷക്കാലം രാജ്യത്ത് വിലക്കയറ്റം ഉണ്ടാകില്ല, ഞങ്ങൾ മദ്യഷാപ്പുകൾ തുറക്കില്ല, ഞങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് തുറക്കാൻ പോകുന്നത്, ഞങ്ങൾ ഇവിടുത്തെ പെൻഷൻ വർദ്ധിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന് 9 വർഷക്കാലം ഈ പൂർത്തിയാകുമ്പോ രാജ്യത്തെ ഫാസിസ്റ്റ് ശക്തികൾ എന്താണോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് മാത്രം മോശാന പാടുന്ന ഒരു തരത്തിലേക്ക് കേരളത്തിലെ പിണറായിയുടെ ഗവൺമെന്റും മാറി എന്നുള്ളതാണ്. സവർണ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ വന്നു. സവർണ നിയമം ഇന്ത്യയുടെ പാർലമെന്റിൽ വരുമ്പോൾ നമുക്ക് ഉറപ്പാണ് ആ ബില്ല് ഇന്ത്യ രാജ്യത്ത് പാസ്സാകും. കാരണം BJPക്ക് ഭൂരിപക്ഷമുണ്ട്, സംഘപരിവാറിന്റെ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ അത് പാസ്സാകുമ്പോഴും അതാദ്യം പാസ്സാക്കിയ മറ്റൊരു സംസ്ഥാനം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന UP അല്ല, മറ്റേതെങ്കിലും BJP ഭരണം നടത്തുന്ന സംസ്ഥാനമല്ല. പകരം അത് നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന കേരളമാണ്. കേരളത്തിലാണ് ഹിജാബ് നിരോധനം ഇന്ത്യയുടെ പാർലമെന്റിൽ ബില്ല് വന്നു. പാർലമെന്റിൽ BJPക്കാരൻ അത് പാസ്സാക്കിയെടുക്കും, അവർക്ക് ഭൂരിപക്ഷമുണ്ട്. പക്ഷെ രാജ്യത്ത് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഹിജാബ് നിരോധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ NSSന്റെ പെൺകുട്ടികൾക്ക് ഹിജാബ് പാടില്ല എന്ന് ഉത്തരവിറക്കിയ ഇന്ത്യ രാജ്യത്ത് ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണ് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. ഇന്ത്യയുടെ